കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കില്ല. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളെ രാഹുൽ ഗാന്ധി തീരുമാനം അറിയിച്ചില്ല. ഡൽഹിയിൽ ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലും ഇക്കാര്യം ചർച്ചയായില്ല. വാർത്താസമ്മേളനത്തിൽ പാർട്ടിയുടെ പുതിയ വാഗ്ദാനം അറിയിച്ച രാഹുൽ ഗാന്ധി മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. I am not interested in answering any other questions today. This is a groundbreaking idea. One second. I am not going to say anything else. This is a groundbreaking idea. ये ऐतिहासिक दिन है. हिंदुस्तान पे final assault on poverty is now beginning. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, രാഹുൽ വയനാട്ടിൽ വരുമോ? ഈ ചോദ്യം 2-3 ദിവസമായി ദേശീയതലത്തിൽ ചർച്ചയാകുന്ന വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നത്? തെരഞ്ഞെടുപ്പ് സമിതിയിലടക്കം രാഹുൽ ഗാന്ധി അറിയിച്ച കാര്യങ്ങൾ എന്താണ്? തീരുമാനം എന്നത്തേക്കുണ്ടാകും? അനിശ്ചിതത്വം തുടരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധി തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം നടത്താമെന്നാണ് കോൺഗ്രസ് ഉന്നത നേതാക്കൾ പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വൈകുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതിൽ അനിശ്ചിതത്വം നീളുന്നത്. ഇന്നിപ്പോൾ രാവിലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ആ സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വരുന്നേക്കാം, അദ്ദേഹത്തിന്റെ തീരുമാനം വന്നേക്കാം എന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചു. ആ വാർത്താ സമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. പദ്ധതിയെ അധികരിച്ച് മാത്രമായിരുന്നു വാർത്താ സമ്മേളനം. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ജാർഖണ്ഡ്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനായാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിലും രാഹുൽ ഗാന്ധിയുടെയോ വയനാട്, വടകര മണ്ഡലങ്ങളുടെയോ കാര്യം വരില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യത്തിൽ കൂടി കാത്തിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്നും മത്സരിക്കാൻ ശ്രമം നടത്തുമോ? അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ വയനാട് എന്നുള്ള രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുക എന്നൊരു നീക്കം കൂടി അണിയറയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇല്ല എങ്കിൽ, മോഡി ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ശരി ഉണ്ണി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 12,000 രൂപ മാസവരുമാനം ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി. നിലവിലുള്ള വരുമാനം 12,000 രൂപയാകാൻ എത്ര രൂപയുടെ കുറവുണ്ടോ അത് സർക്കാർ നൽകും. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് വർഷം 72,000 രൂപ സർക്കാർ ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. നരേന്ദ്രമോദിയുടെ കിസാൻ സമ്മാൻ യോജന പദ്ധതിക്ക് മറുപടിയായാണ് രാജ്യത്ത് എല്ലാവർക്കും മിനിമം വരുമാനം ഉറപ്പാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പദ്ധതി. मिनिमम इनकम गारंटी का स्कीम है, न्यूनतम आय योजना उसका नाम है। 20% परिवारों को साल का 72,000 रुपए मिलेगा। अगर नरेंद्र मोदी जी हिंदुस्तान के सबसे अमीर लोगों को पैसा दे सकते हैं तो कांग्रेस पार्टी देश के सबसे गरीब लोगों को पैसा दे सकती है। 5 करोड़ फैमिलीज, 25 करोड़ लोगों को डायरेक्ट इस स्कीम का फायदा मिलेगा। 20% सबसे गरीब परिवारों को हर साल 72,000 रुपए देने जा रही है। दुनिया के बेहतर इकोनॉमिस्ट से हमने डिटेल्ड में एनालिसिस की है। ये फिस्कली प्रूडेंट स्कीम होगा। इसको हम फेजेस में करेंगे। हम गरीबी को हिंदुस्तान से मिटा देंगे. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാറില്ല. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കില്ലെന്ന PC ചാക്കോയുടെ പരാമർശത്തെക്കുറിച്ച് ചെന്നിത്തല പ്രതികരിച്ചില്ല. അല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു വർക്കിംഗ് കമ്മിറ്റി നടന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് വർക്കിംഗ് കമ്മിറ്റിയിലല്ല സ്ഥാനാർത്ഥി തീരുമാനം. സ്ഥാനാർത്ഥി തീരുമാനം ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയിലാണ്. സമിതി ഉച്ച കഴിഞ്ഞിട്ട് 4 മണി സമയം 4-നോ 5-നോ കൂടിയിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കമ്മിറ്റിയിലേ വരുള്ളൂ, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി. അല്ലാണ്ട് വർക്കിംഗ് കമ്മിറ്റി വരുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഒരു അനിശ്ചിതത്വവും ഇല്ലെന്നും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു.
സ്ഥാനാർത്ഥി വിഷയത്തിൽ രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ അനുകൂലമായ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ കേരള നേതാക്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു അനിശ്ചിതത്വമില്ലെന്ന് ഉമ്മൻചാണ്ടി. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ശക്തമായിട്ട് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നതിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആരോപണത്തിനുള്ള മറുപടി ഇങ്ങനെ: സിപിഎമ്മിനെയും ബിജെപിയെയും ശത്രുക്കളായി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും രാഹുൽ ഗാന്ധി വന്നാൽ നല്ലതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. നമുക്ക് നല്ല ഭാഗ്യമായി വയനാട്ടിന് അദ്ദേഹം വരാനുണ്ടെങ്കിൽ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് DCCകളോട് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ വരവിൽ ആശയക്കുഴപ്പം തുടരുമ്പോഴും വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് വേണ്ടിയുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. മത്സരത്തിൽ നിന്നും പിന്മാറിയ ടി സിദ്ദിഖ് തന്നെയാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. രാഹുലിനെ വരവേൽക്കാൻ മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് നേതാക്കൾ പറയുന്നു. പാർട്ടി പ്രഖ്യാപിച്ചില്ലെങ്കിലും വയനാട്ടിലെ അണികൾക്ക് ഇപ്പോൾ രാഹുൽ തന്നെയാണ് സ്ഥാനാർത്ഥി. രാഹുലിന് വേണ്ടി പ്രവർത്തകർ മാത്രമല്ല, പോസ്റ്ററുകളും ബാനറുകളുമെല്ലാം സജ്ജം. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി അവർ മുന്നോട്ടു തന്നെയാണ്. പഞ്ചായത്ത് ബൂത്ത് യോഗങ്ങൾ നിശ്ചയിച്ച തീയതിക്ക് മുമ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. സിദ്ദിഖിന് വേണ്ടി മണ്ഡലത്തിൽ ഉയർന്ന പ്രചാരണ ബോർഡുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. എങ്കിലും പ്രചരണത്തിൽ സിദ്ദിഖ് തന്നെയാണ് താരം. കാത്തിരിപ്പിന് ഉടൻ വിരാമമാകുമെന്ന് സിദ്ദിഖ് പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. വയനാട് എ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തതിൽ ഐ ഗ്രൂപ്പ് കലാപം ഉയർത്തുന്നതിനിടെയാണ് രാഹുൽ മണ്ഡലത്തിലേക്കെത്തുമെന്ന വാർത്ത പുറത്തുവന്നത്. ഇതോടെ കോൺഗ്രസ് പ്രവർത്തകരിലെ ഗ്രൂപ്പ് വൈരം ആവേശത്തിന് വഴിമാറി. ന്യൂസ് 18 വയനാട്. വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. KPCC നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥിയാക്കിയിട്ടും പ്രഖ്യാപനം വൈകുന്നതിൽ മുരളിക്കും അതൃപ്തിയുണ്ട്. പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടിനൊപ്പം വടകരയും ഒഴിച്ചിട്ടത് കോൺഗ്രസ് അണികളിലും സ്ഥാനാർത്ഥിയിലും ചെറുതല്ലാത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വടകരയിൽ മുരളി മത്സരിക്കാനെത്തിയപ്പോഴുണ്ടായിരുന്ന ഉണർവ് അനാവശ്യമായി നഷ്ടപ്പെടുത്തിയെന്നാണ് പ്രവർത്തകരുടെ പൊതുവികാരം. ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടെയാണ് പ്രചാരണം തുടങ്ങിയതെന്ന് പറയുമ്പോഴും മുരളീധരൻ അസ്വസ്ഥനാണ്. എല്ലാം ചോദിക്കേണ്ട സ്ഥലത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോഴത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ മണ്ഡലത്തിൽ ദുർബല സ്ഥാനാർത്ഥി പോരെന്ന ആവശ്യം ശക്തമായപ്പോൾ കെ മുരളീധരൻ മത്സരിക്കണമെന്ന് നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ പലരും നിരസിച്ച ആവശ്യം എതിർപ്പൊന്നുമില്ലാതെ അംഗീകരിച്ച മുരളിയെ ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. എന്നാൽ ഒരാഴ്ചയായിട്ടും ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണത്തെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വിശദീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രഖ്യാപനം ഉടനുണ്ടാവുമെന്നും 3 ദിവസത്തിനകം പ്രചാരണം ശക്തിപ്പെടുമെന്നുമാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 വടകര. ഡൽഹിയിൽ AAPയുമായി സഖ്യത്തിലേർപ്പെടുന്നതിൽ കോൺഗ്രസിൽ ധാരണയായില്ല. ഡൽഹിയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PC ചാക്കോയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കണമെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തൂത്തുവാരിയ AIPയുമായി സഖ്യം പറ്റില്ലെന്ന നിലപാട് PCC അധ്യക്ഷ ഷീല ദീക്ഷിത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചു. ഇരു പാർട്ടികളും 3 സീറ്റുകൾ വീതം പങ്കിടുകയും 1 സീറ്റിൽ പൊതുസമ്മതം നിർത്തുകയും വേണമെന്നാണ് ആം ആദ്മിയുടെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് എണ്ണണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തിനെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. ജുഡീഷ്യറി അടക്കം എല്ലാ സ്ഥാപനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. മെച്ചപ്പെടുത്തലിന് എല്ലായ്പ്പോഴും സാധ്യത ഉണ്ട്. പ്രോട്ടോക്കോളും നടപടിക്രമങ്ങളും കൃത്യമായി നവീകരിച്ചിരുന്നുവെങ്കിൽ വിവിപാറ്റ് നിർബന്ധമാക്കാൻ സുപ്രീം കോടതിക്ക് എന്തുകൊണ്ട് ഇടപെടേണ്ടി വന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്തിലെ വിവിപാറ്റ് എണ്ണുന്ന നിലവിലെ രീതി തന്നെ ഫലപ്രദമാണെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ വാദം. ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ട് വ്യക്തമാക്കി വ്യാഴാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കൊടും ചൂട് വെള്ളിയാഴ്ച വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കും. ഈ മാസം സൂര്യാതപത്തിൽ പൊള്ളലേറ്റ് ചികിത്സ തേടിയവരുടെ എണ്ണം 125. ഇപ്പോൾ രൺദീപ് സിംഗ് സുർജേവാല, കോൺഗ്രസ് വക്താവ്, മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. पूरे हिमाचल प्रदेश खासतौर से मंडी के लिए
आदरणीय सुखराम जी एक विकास पुरुष हैं। मंडी में हिमाचल प्रदेश में हजारों तरक्की के कार्य सुखराम जी के नाम के साथ जुड़े हैं। तरक्की, विकास और जनसेवा पंडित सुखराम जी के जीवन का एकमात्र रास्ता रहा है। 1962 में पंडित सुखराम जी ने पहली बार जीत हासिल की थी और उसके बाद 2019 तक 2 बार छोड़कर जब परिवार के सदस्य ने चुनाव नहीं लड़ा तो या पंडित जी ने या परिवार के किसी सदस्य ने लगातार उस इलाके से जीत पाई है और जीत का सेहरा बुलंद किया है। हमें यह संपूर्ण विश्वास है कि पंडित सुखराम जी के, हमारे युवा साथी आश्रय शर्मा जी के कांग्रेस पार्टी का दामन थामने से न केवल हिमाचल प्रदेश परंतु पूरे उत्तर भारत में एक बहुत बड़ी ताकत कांग्रेस के साथ जब आएगी और आज आ गई है तो बहुत बड़ी ताकत और बल कांग्रेस पार्टी को हिमाचल और पूरे उत्तर भारत में मिलने वाला है। और इसीलिए आज हिमाचल प्रदेश की हमारी प्रभारी श्रीमती रजनी पाटिल जी, हमारे विधायक दल के नेता, हमारे प्रदेश कांग्रेस कमेटी के अध्यक्ष, पंजाब से हमारी प्रभारी जो अखिल भारतीय कांग्रेस कमेटी का महत्वपूर्ण हिस्सा है आशा कुमारी जी, अखिल भारतीय कांग्रेस कमेटी के सचिव जो प्रभारी हैं रणदीप सिंह सुरजेवाला മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. പ്രഖ്യാപനങ്ങൾ കാര്യമായി ഒന്നും ഉണ്ടായിട്ടില്ല. അതിലേക്ക് തിരിച്ചു വരാം. നേരത്തെ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കൊടും ചൂട് വെള്ളിയാഴ്ച വരെ തുടരുമെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കനത്ത ചൂട് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ താപനില ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള മറ്റ് ജില്ലകളിലും ശരാശരിക്ക് മുകളിലായിരിക്കും താപനില. ഈ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച വരെ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വളരെയേറെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ ആളുകൾ പഠിക്കണം. വരൾച്ച മുൻകരുതൽ നടപടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് 50 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 4467 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് വനം വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സൂര്യാതപം പരിഗണിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ്. ഇരുചക്രവാഹനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തുന്നവർ സൂര്യാതാപം ഏൽക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൂട് ഏൽക്കാതിരിക്കാനുള്ള തരത്തിൽ വസ്ത്രധാരണം നടത്തണം. ഓൺലൈൻ കമ്പനികൾ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഫ്ലക്സ് നിരോധനം കർശനമായി നടപ്പിലാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. രാഷ്ട്രീയ പാർട്ടികൾ നിയമവിരുദ്ധമായി ഫ്ലക്സുകൾ സ്ഥാപിച്ചാൽ ജില്ലാ കളക്ടർമാർ പിഴ ഈടാക്കണം. ഫ്ലക്സ് വെക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസെടുത്തില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കാകും ഇതിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. പിടിച്ചെടുക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ അതത് പാർട്ടികൾക്ക് മടക്കി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. സഭാതർക്കത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് യാക്കോബായ സഭയുടെ ഉപവാസം. സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് സഭ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്ന് യാക്കോബായ സഭ ആരോപിച്ചു. പള്ളിത്തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ സമിതി രൂപീകരിച്ച് സർക്കാർ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് യാക്കോബായ സഭയുടെ പുതിയ സമരം. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ അതിക്രമം കാട്ടുന്നുവെന്നാരോപിച്ചാണ് യാക്കോബായ സഭയുടെ ഏകദിന ഉപവാസം. നീതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും യാക്കോബായ സഭ വ്യക്തമാക്കി. യാക്കോബായക്കാരുടെ പള്ളികൾ മുഴുവൻ അതിക്രമിച്ചു കയറി കൈയടക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാമോഹം അങ്ങ് ദേവലോകത്ത് വെച്ചാൽ മതി. സഭയുടെ സുന്നകദോ സെക്രട്ടറി തോമസ് മാർ തിമോത്തിയോസ് ആണ് ഉപവാസം നടത്തുന്നത്. പള്ളിത്തർക്കം തെരഞ്ഞെടുപ്പിൽ വിഷയമാകില്ലെന്നും സർക്കാർ യാക്കോബായ സഭയ്ക്കൊപ്പം ആണെന്ന് കരുതുന്നില്ലെന്നും തോമസ് മാർ തിമോത്തിയോസ് ന്യൂസ് 18 പറഞ്ഞു. സർക്കാർ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കേണ്ടത്. സർക്കാർ
തെറ്റായ കാര്യങ്ങൾക്ക് മുൻകാലങ്ങളിൽ അതിനെ അനുകൂലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി, കോട്ടയം. ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സംയുക്ത യോഗം ആലുവ തൃക്കുന്നം സെമിനാരിൽ ആരംഭിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളടക്കം യോഗത്തിൽ ചർച്ചയാകും. എസ് ശരൺ ചേരുന്നു. ശരൺ, വിവരങ്ങൾ. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ വലിയ തോതിലുള്ള വിമർശനമാണ് ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നത്. സുപ്രീം കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ വിധി നടപ്പാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു വിധി നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് സർക്കാർ പോയില്ല എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായും ഓർത്തഡോക്സ് സഭ ഉന്നയിച്ചത്. ഇതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അടിയന്തര സുന്നഹദോസ് മാനേജിംഗ് കമ്മിറ്റി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഹിതരെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും യോഗം ഇപ്പോൾ 1 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു. വലിയൊരു വിമർശനം തന്നെയാണ് യോഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വലിയൊരു സമ്മർദ്ദം സർക്കാരിന് മേൽ ചുമത്തണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും യോഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഇപ്പോൾ പെരുമ്പാവൂർ അടക്കമുള്ള പള്ളികളിലാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഇവിടെ യോഗം നടക്കുമ്പോൾ തന്നെ മറുവശത്ത് കളക്ടറേറ്റിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. യാക്കോബായ സഭയും ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭയും വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള മധ്യസ്ഥ ചർച്ചയും നടക്കുന്നുണ്ട്. ഏതായാലും ഈ നിലപാട് തന്നെയാണ് പ്രധാനമായും നിലപാടിലേക്ക് തന്നെയാണ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്. ഒരുപക്ഷെ യാക്കോബായ സഭയുടെ ചില ഭദ്രാസനകൾ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്, അതായത് വരുന്ന തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് പോകുമോ അതോ ഓർത്തഡോക്സ് സഭ മറ്റൊരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി ശരൺ. ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നിരീക്ഷണ സമിതിയെ നിയമിച്ച ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനും കോടതി വിസമ്മതിച്ചു. പമ്പയിലേക്ക് വാഹന ഗതാഗതം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. ശബരിമല നിരീക്ഷണ സമിതിയെ നിയമിച്ച ഹൈക്കോടതി ഉത്തരവടക്കം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതി വിസമ്മതിച്ചത്. യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിധി പറയാനിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട 9 ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. നിരീക്ഷണ സമിതിക്കെതിരെ നൽകിയ ഹർജിയിൽ പ്രത്യേകം വാദം കേൾക്കണം. എന്നാൽ നിരീക്ഷണ സമിതിയെ നിയമിച്ച് ഹൈക്കോടതി ഇറക്കിയത് ഇടക്കാല ഉത്തരവാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ തന്നെയാണ് സമീപിക്കേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഹർജികൾ നേരത്തെ നൽകിയതാണെന്നും സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സിറ്റുവേഷൻസ് ആകെ മാറിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ മതിയാകുമെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ RV ബാബു നൽകിയ ഹർജിയെ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചു. ശബരിമലയുടെ മുകളിലേക്ക് വാഹനം പോകണമെന്നും എത്ര രൂപ ഈടാക്കണമെന്നുമൊക്കെ സുപ്രീം കോടതി തീരുമാനിക്കണമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണെന്നായിരുന്നു ഹർജി തള്ളിക്കൊണ്ട് കോടതി വിമർശനം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഫെബ്രുവരി 6 വാദം കേട്ട് വിധി പറയാനായി ഭരണഘടനാ ബെഞ്ച് മാറ്റിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. ഇടതു സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയ താലൂക്ക് യൂണിയൻ NSS നേതൃത്വം പിരിച്ചുവിട്ടു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയതിനെ തുടർന്ന് NSS മാവേലിക്കര താലൂക്ക് യൂണിയൻ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത്. യൂണിയൻ ഓഫീസിൽ സ്വീകരണം നൽകിയത് വിവാദമായതോടെ പ്രസിഡന്റ് ഒഴികെയുള്ള താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച രാജി എഴുതി വാങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂണിയൻ പിരിച്ചുവിട്ടത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ 5 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഗുണ്ടാ കുടിപ്പക മൂലം കൊലപാതകം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബാൾട്ടൺ ഹിൽ കോളനി നിവാസി അനിൽ SP-യെ ഇന്നലെ രാത്രി വെട്ടിക്കൊലപ്പെടുത്തി. മറ്റൊരു ഗുണ്ടാ നേതാവായ ജീവന്റെ നേതൃത്വത്തിലാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. നഗരത്തിൽ 1 മാസത്തിനിടെ 3ാമത്തെ കൊലപാതകമാണ് ഇത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. വീട്ടിലേക്ക് പോകുകയായിരുന്ന അനിലിനെ ബാർട്ടൺ ഹില്ലിൽ ലോ കോളേജിന് പിൻഭാഗത്ത് വെച്ചാണ് ആക്രമിച്ചത്. അരമണിക്കൂറോളം രക്തം വാർന്ന് റോഡിൽ കിടന്ന ഇയാളെ പോലീസ് എത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും എത്തും മുൻപ് മരിച്ചു. ബാർട്ടൺ ഹിൽ സ്വദേശി ജീവനൊപ്പം മറ്റു 3 പേരും കൊലപാതകത്തിൽ പങ്കെടുത്തെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. അനിലും സംഘവും 1.5 വർഷം മുൻപ് ജീവന്റെ വീട് കയറി ആക്രമിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. വർഷങ്ങളായിട്ടുള്ള ഗുണ്ട പായാണ് വന്നിരിക്കുന്നത്. പ്രധാന ഇത് കഞ്ചാവ് മയക്കുമരുന്ന് ലോബികളാണ് അതിന്റെ പുറകിൽ. കൊല്ലപ്പെട്ട അനിലിനെതിരെ കൊലപാതകമടക്കം 6ഓളം കേസുകളുണ്ട്.
ഓട്ടോറിക്ഷ തൊഴിലാളിയായ അനിൽ BMS പ്രവർത്തകനായിരുന്നു. പ്രതി ജീവൻ മുൻപ് 2 തവണ കാപ്പ നിയമപ്രകാരം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതിനിടെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത ജീവനെ 1 ദിവസത്തെ കരുതൽ തടങ്കിന് ശേഷം ശനിയാഴ്ചയാണ് വിട്ടയച്ചത്. കരമനയിൽ അനന്തു ഗിരീഷിനെയും ശ്രീവരാഹത്ത് ശ്യാമിനെയും കൊലപ്പെടുത്തിയതിനു പിന്നാലെ തലസ്ഥാനത്ത് ഈ മാസം 3ാമത്തെ കൊലയാണിത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലക്കിടി വെടിവെപ്പിന് പകരം ചോദിക്കുമെന്ന ഭീഷണിയുമായി വയനാട്ടിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ. കഴിഞ്ഞ ദിവസം 2ഇടത്ത് മാവോയിസ്റ്റുകളെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. തലപ്പുഴയിൽ 4-അംഗ സംഘം ലഘുലേഖകളും വിതരണം ചെയ്തു. മാർച്ച് 6-ന് ലക്കിടി ഉപവൻ റിസോർട്ടിൽ CP ജലീലിനെ വെടിവെച്ചു കൊന്നതിന് പകരം ചോദിക്കുമെന്നാണ് മാവോയിസ്റ്റ് ഭീഷണി. ഭരണകൂടവും റിസോർട്ട് ഉടമയും തണ്ടർബോൾട്ടും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് റിസോർട്ടിൽ വെടിവെപ്പുണ്ടായതെന്ന് CPI മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയുടെ മാർച്ച് ലക്കത്തിൽ പറയുന്നു. കൊലയാളികൾക്ക് മാപ്പില്ലെന്ന പോസ്റ്ററുകൾ സുഗന്ധഗിരിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. തലപ്പുഴ മക്കിമലയിലെത്തിയ 4-അംഗ സംഘം ലഘുലേഖകൾ വിതരണം ചെയ്തു. മുദ്രാവാക്യം വിളിച്ച് പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാണ് സംഘം മടങ്ങിയതെന്ന് പോലീസ് പറയുന്നു. ഒരാഴ്ച മുമ്പ് കോഴിക്കോട് നിലമ്പൂർ വനാതിർത്തിയിലെ നായാടംപൊയിലിലെ ആദിവാസി കോളനിയിൽ നാടുകാണിദളം പ്രവർത്തകരെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാവോയിസ്റ്റുകൾ കാടിറങ്ങുന്നത് ഭരണകൂടത്തിന് വീണ്ടും തലവേദനയായിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്.